വടക്കൻ പറവൂരിൽ പ്രസവ ചികിത്സയ്ക്ക് ശേഷം യുവതി മരിച്ചു. പ്രസവം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് ഇസ്ലാമിക പരിഹാരം? പ്രസവം എന്നത് ഒരു പുനർജന്മമാണ്. ഒരു ജീവൻ ലോകത്തേക്ക് കൊണ്ടുവരാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മാതാവ് നടത്തുന്ന ആത്മത്യാഗത്തിന്റെ പൂർണ്ണതയാണത്. ചിലപ്പോഴൊക്കെ ആ പോരാട്ടത്തിൽ മാതാവ് ഈ ലോകത്തോട് വിട പറയാറുണ്ട്. ആ വിടപറച്ചിൽ നൽകുന്ന വേദന വിവരണാതീതമാണെങ്കിലും ഇസ്ലാമിക വീക്ഷണത്തിൽ അതിനതീവ പവിത്രവും ആത്മീയവുമായ ഒരു മാനമുണ്ട്. മാതൃത്വം എന്നത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രസവവേദന അനുഭവിക്കുന്ന ഓരോ നിമിഷവും ഒരു വിശ്വാസിനിയുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഈ പ്രക്രിയക്കിടയിലോ ശേഷമോ മരണം സംഭവിക്കുമ്പോൾ അവൾ ഈ ലോകത്തെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്കാണ്, അതായത് ഷഹീദിന്റെ പദവിയിലേക്കാണ് ഉയർത്തപ്പെടുന്നത്. പ്രസവ മരണ കാരണങ്ങൾ അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണ്. പ്രസവാന്തര മരണത്തിന് വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ പലതുണ്ടാകാമെങ്കിലും ആത്മീയമായി ഇതിനെ നോക്കിക്കാണേണ്ടത് ഇപ്രകാരമാണ്. 1. അജൽ. ഓരോ മനുഷ്യന്റെയും ഭൂമിയിലെ ആയുസ് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു നിമിഷം പോലും വൈകുകയോ നേരത്തെയാവുകയോ ഇല്ല. 2. പരീക്ഷണങ്ങൾ. പ്രിയപ്പെട്ടവരുടെ വേർപാട് ബാക്കിയുള്ളവർക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു പരീക്ഷണമാണ്. സഹനത്തിലൂടെ അവർക്ക് സ്വർഗം ലഭിക്കാൻ ഇത് കാരണമാകുന്നു. 3. ഉന്നത പദവി. അല്ലാഹു ചില അടിമകൾക്ക് സ്വർഗത്തിൽ വലിയ പദവികൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. സാധാരണ ഇബാദത്തുകൾ കൊണ്ട് ആ പദവിയിലെത്താൻ കഴിയില്ലെങ്കിൽ ഇത്തരം വലിയ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു അവരെ അവിടേക്കെത്തിക്കുന്നു. പ്രവാചക തിരുമേനിയുടെ കാലം മുതൽക്കേ ഇത്തരം സംഭവങ്ങൾ വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് നൽകിയ ആശ്വാസവാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രക്തസാക്ഷിയുടെ പദവി. പ്രവാചകൻ പഠിപ്പിച്ചു, യുദ്ധക്കളത്തിൽ കൊല്ലപ്പെടുന്നവർ മാത്രമല്ല ഷഹീദുകൾ. പ്രസവ സംബന്ധമായ കാരണങ്ങളാൽ മരിക്കുന്ന സ്ത്രീയും ഒരു ഷഹീദാണ്. കുഞ്ഞിന്റെ വിലാപം. പ്രസവത്തോടെ മരിച്ചുപോയ ഉമ്മമാരുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തുനിൽക്കുമെന്നും ഉമ്മയെ കൂട്ടിയിട്ടല്ലാതെ താൻ സ്വർഗത്തിലേക്കില്ലെന്ന് അല്ലാഹുവിനോട് പറയുമെന്നും ഹദീസുകളിൽ കാണാം. ഇത് വേർപെട്ടുപോയ ഉമ്മയ്ക്കും കുടുംബത്തിനും ലഭിക്കുന്ന വലിയൊരു സന്തോഷവാർത്തയാണ്. ആത്മീയമായ മുൻകരുതലുകൾ. ഗർഭാവസ്ഥ മുതൽക്കേ ഒരു വിശ്വാസിനി ആത്മീയമായി തയ്യാറെടുക്കുന്നത് ഉത്തമമാണ്. 1. തൗബയും ഇസ്തിഗ്ഫാറും. ഗർഭാവസ്ഥയിൽ എപ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങുകയും പാപമോചനം തേടുകയും ചെയ്യുക. ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും മരണത്തെ അഭിമുഖീകരിക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. 2. സിക്റുകൾ. ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ അവസാന വചനങ്ങൾ, ഇഖ്ലാസ്, ഫലക്, നാസ് എന്നിവ പതിവാക്കുക. ഇത് പ്രസവവേദന ലഘൂകരിക്കാനും ആത്മീയ സുരക്ഷ നൽകാനും സഹായിക്കും. അല്ലാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരം. അല്ലാഹുവെനിക്ക് നല്ലതേ വരുത്തൂ എന്ന ശുഭാപ്തി വിശ്വാസം പുലർത്തുക. 3. കടപ്പാടുകൾ തീർക്കുക. ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പു ചോദിക്കാനും ബാധ്യതകളുണ്ടെങ്കിൽ അത് വീട്ടി തീർക്കാനും ശ്രദ്ധിക്കുക. പ്രസവ മരങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള സംരക്ഷണത്തിനായുള്ള ഖുർആൻ സൂറത്തുകൾ. 1. സൂറത്തുൽ മറിയം. 2. സൂറത്തുൽ ഇൻഷിറാഹ്. 3. സൂറത്തുൽ ഫലക്. 4. സൂറത്തുൻ നാസ്.